ഐഡന്റിറ്റി 2025 വന്നിട്ടുള്ള ഫസ്റ്റ് മലയാള സിനിമ മേജർ തിയേറ്ററിൽ റിലീസായിട്ട് വന്നിട്ടുള്ളത്. ഡയറക്ടേഴ്സ് ആക്ച്വലി രണ്ടുപേരാണ് ഡയറക്ടേഴ്സും എഴുതിയിട്ടുള്ളതും ഇവർ തന്നെയാണ് ആക്ച്വലി, അനസ് ഖാൻ അതുപോലെ തന്നെ അഖിൽ പോൾ. ഫോറൻസിക്കിൻ്റെ ടോവിനോട് തന്നെ ഫോറൻസിക്കിൻ്റെ റൈറ്റർ ഡയറക്ടേഴ്സാണ് ഇവർ. സെയിം ടീമാണ് ആക്ച്വലി ഇതിലുള്ളത്. ക്യാമറ ചെയ്തിരിക്കുന്നത് ആക്ച്വലി അഖിൽ ജോർജ് തന്നെയാണ്, ഫോറൻസിക്കിൻ്റെ സെയിം ക്യാമറാമാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറിങ് ടോവിനോ, അതുപോലെ തന്നെ തൃഷ, ഷമ്മി തിലകൻ, അജു വർഗീസ്, ധ്രുവൻ, അതുപോലെ തന്നെ മന്ദിര ബേഡി, അങ്ങനെ കുറച്ച് ഹെവി സ്റ്റാർ കാസ്റ്റ്, അതായത് നമ്മുടെ ടോവിനോവും തൃഷയും അങ്ങനത്തെ അജു വർഗീസൊക്കെയുള്ള ഒരു പറ്റം നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. സിനിമയുടെ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി അനസ് ഖാനും അഖിൽ പോളിനും പറ്റിയിട്ടുണ്ട്. ഒരു കോർ കോൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിൻ്റെ റൈറ്റേഴ്സിന് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സിക്യൂഷൻ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് മേക്കിങ്ങും ഒരു വിധത്തിലൊക്കെ ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട്. കാരണം ഒരു ഗ്രാൻഡിയർ വേർഷൻ ഓഫ് മലയാളം സിനിമ എന്ന് പറഞ്ഞില്ല, അതായത് ഒരു നോർമൽ ത്രില്ലർ അല്ലാതെ ഒരു കുറച്ചും കൂടി ഒരു ഗ്രാൻഡിയർ വേർഷൻ ഓഫ് എ ത്രില്ലർ എന്ന് വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഇതിനെ ഐഡന്റിറ്റി പറയാം. സോ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകനെ അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ തന്നെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് ആക്ച്വലി ത്രില്ലറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിറ്റിയിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു പരിധി വരെയൊക്കെ ആക്ച്വലി ഈ ഒരു പരിപാടി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി അതിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അനസ് ഖാനും അഖിൽ പോളിനും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റിലേക്ക് വരുന്ന സമയത്തേക്ക് ടോവിനോവും അതുപോലെ തന്നെ തൃഷയും അവരവരുടെ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തൃഷ ഡബിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി എക്സ്ട്രാ ശ്രദ്ധിച്ച് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തൃഷ മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതൊരു വലിയ ഇമ്പാക്റ്റ് ആ സിനിമക്ക് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ആക്ച്വലി. പക്ഷേ ഹെവിലി ചാലഞ്ചിങ് ആയിട്ടുള്ള റോളാണെന്ന് വെച്ചാൽ അല്ല, ഒരു നോർമൽ നമ്മുടെ തൃഷയുടെ തന്നെ വന്നിട്ട് തുപ്പാക്കിയുടെ ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ടല്ലോ, ആ ടൈപ്പ് ഒരു പരിപാടി പഠിച്ചിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു തമിഴിൽ. അതുപോലെ തന്നെ ഒരു വൈബിലാണ് ആക്ച്വലി തൃഷ ഇതിൻ്റെ അകത്തുള്ളത്. ടോവിനോ ഓൾവേസ് നമ്മുടെ ഡോക്ടറിലുള്ള നമ്മുടെ ശിവകാർത്തികേൻ്റെ ഒരു വൈബ് പിടിച്ചിട്ടുള്ള ഒരു ഫീലുള്ള പോലെ ടോവിനോനെ തോന്നി. അതായിരിക്കണം, അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണല്ലോ എനിക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡോക്ടറിലെ സെയിം വില്ലനാണ് ആക്ച്വലി ഇതിൽ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ പേരെനിക്കറിയില്ല. അതുപോലെ തന്നെ ധ്രുവൻ, അതുപോലെ തന്നെ അജു വർഗീസ് ഒക്കെ ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരു കേസ്, ഒരു അന്വേഷണം പരിപാടികളൊക്കെ ആയിട്ട് അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അന്വേഷണ രീതിയിലേക്ക് സിനിമേനെ കൊണ്ടുവരുന്നത്. ടെക്നിക്കൽ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആക്ച്വലി ഈ സിനിമയ്ക്ക് ഉണ്ട്. ഒരു ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തൊക്കെ കഴിഞ്ഞാലും ഒരു സർപ്രൈസ് എലമെന്റ് റിവീൽ ചെയ്യുന്ന സമയത്തൊക്കെ വന്നിട്ട് നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനകത്തുണ്ട്. സിനിമാറ്റോഗ്രഫി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഖിൽ ജോർജ് ആണ് ചെയ്തിട്ടുള്ളത്. ഡീസൻ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പുമാരായ അതുപോലെ തന്നെ നിതിൻ മുരളീധരനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ചമൻ ചാക്കോ ആണ്. സോ ഈ പടത്തിന്റെ പ്രശ്നങ്ങൾ വന്ന് നമുക്ക് വേണ്ടിയുള്ള എഡിറ്റിംഗ് വെച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നത്. കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ത്രില്ലറായിട്ടാണ് ആക്ച്വലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോംപ്ലിക്കേഷൻ ഇത്രയും ഉണ്ടാകുന്ന സമയത്തേക്ക് സ്ക്രീൻ പ്ലേ ഒരു സാധാരണക്കാരന് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു സാധാരണ പ്രേക്ഷകൻ, ഇതിന് വലിയ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയാത്തൊരു പ്രേക്ഷകനും ഇത് മനസ്സിലാവണം എന്നുള്ള രീതിയിലായിരിക്കണം ഈ സിനിമ വരുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊരു പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ടെക്നിക്കലി ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഇതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിങ്ങും എബ്രപ്റ്റ് ആയിട്ടുള്ള സീൻ കട്ടിങ്ങും അതിനുശേഷം ബാക്കോട്ടേക്കുള്ള പോക്കും ഫ്ലാഷ് ബാക്കും ഫ്രണ്ടും ഇതൊക്കെ വരുന്നത് ഒരു നോർമൽ ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് ഈവൻ എനിക്ക് പോലെ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ചിലപ്പം ഇത് കംപ്ലീറ്റ്ലി അവർക്ക് കൺസീവ് ചെയ്ത ഒരാൾക്ക് വന്നിട്ട് ഇത് പ്രോപ്പർലി എപ്പോഴും മനസ്സിലാവണം, ഐഡിയലി അങ്ങനെയാണ്. പക്ഷെ ഫ്രഷ് ആയിട്ട് കാണുന്ന ഒരു പ്രേക്ഷകന് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. സോ ആ ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി ഈ സിനിമക്ക് ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന ഫസ്റ്റ് ഹാഫിന്റെ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ഈ പ്രശ്നം വരുന്നത്, അതായത് ലീനിയർന്ന് കഥ മാറിപ്പോകുന്ന സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ ആക്ച്വലി വരുന്നുണ്ട്. പിന്നെ ട്വിസ്റ്റുകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ സിനിമേൻ്റെ അത്. അതായത് നമ്മൾ അവസാനം വന്നിട്ട് നമ്മളെ തന്നെ സംശയിക്കും. അതായത് നമ്മളെങ്ങനാണോ ഇനി എന്തെങ്കിലും ട്വിസ്റ്റിനുണ്ടായിട്ടുള്ളത് എല്ലാവരും, അതായത് എല്ലാവർക്കും ഒരു ട്വിസ്റ്റ്. സോ പേർപ്പസ്ഫുള്ളി വന്നിട്ട് 5 മിനിറ്റിൽ ഒരു ട്വിസ്റ്റ്, ഒരു പ്ലോട്ട് ട്വിസ്റ്റ് സംഭവിക്കുന്ന സമയത്ത് അതൊരു പരിധി കഴിയുമ്പോൾ അത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്ന പോലെയും തോന്നി. കാരണം ഇത്രയും ട്വിസ്റ്റുകൾ പോകണം. അതുമാത്രമല്ല ഈ സിനിമ കഴിയുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു എപ്പിസോഡ് വരുന്നു, അതിനുശേഷം വേറൊരു എപ്പിസോഡ് വരുന്നു. ആ സിനിമ
ആ സിനിമ വന്നിട്ട് കുറച്ചും കൂടി കട്ട് ഷോട്ട് ചെയ്ത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ നല്ല റൈറ്റിംഗ് ഉള്ള ഒരു സിനിമയായിരുന്നു. ആക്ച്വലി എനിക്ക് ഫോറൻസിക്കിന്റെ കാര്യം പറയുമ്പോൾ സെയിം ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നല്ലൊരു കോർ പ്ലോട്ടുള്ള സിനിമയായിരുന്നു. അത് വന്നിട്ട് സ്ക്രീൻ പ്ലേയിലും അതുപോലെ തന്നെ അത് കോംപ്ലിക്കേഷൻ കാരണമോ എന്തുകൊണ്ടോ വന്നിട്ട് നമുക്ക് മുഴുവൻ സാറ്റിസ്ഫാക്ഷൻ ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമക്ക് തിയേറ്ററിക്കൽ മൂവ്മെന്റ്സ് ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ തിയേറ്ററിൽ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ട തിയേറ്ററിൽ അത് അത്ര വർക്ക് ആവുന്നില്ല എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഈവൻ ദോ കാസ്റ്റും എല്ലാവരും വന്നിട്ട് അതിഗംഭീരമായിട്ടുള്ള ആ ഒരു സീരിയസ് വൈബ് പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് എറിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പറയുമ്പോൾ. അർച്ചന കവി ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി. ഇതിനകത്ത് അർച്ചന കവി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ചില സീനുകളൊക്കെ അർച്ചന കവിക്കും ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യാൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഓഡിയൻസിന് ഈവൻ എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നുള്ളത്. ആ രീതിയിലോ എത്രത്തോളം ട്വിസ്റ്റുകൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വരുന്ന സമയത്ത് കുറച്ചും കൂടി കൺഫ്യൂസിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആസ് എ ഹോൾ വന്നിട്ട് സിനിമ എന്ന് പറയുമ്പോൾ ഓൺ ദ ഹോളിൽ വന്നിട്ട് നമുക്കൊരു അഡ്രിനാലിൻ റഷ് ഒക്കെ വന്നിട്ട് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് വരുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് ടോവിനോ അതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് സ്റ്റണ്ടിൽ കാണിക്കുന്നുണ്ട്. സോ സ്റ്റണ്ട്സ് ഒക്കെ ലാസ്റ്റോട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ത്രില്ലർ പരിപാടിനകത്ത് ഒരു സ്റ്റണ്ടും കാര്യങ്ങളും കൊണ്ടുവരുന്നൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു. ടെക്നിക്കലി ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് നല്ല സ്കെയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമക്ക്. പക്ഷേ ഈ ഒരു സ്ക്രീൻ പ്ലേയിലുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് സ്ക്രീൻ പ്ലേയിലുള്ള കോംപ്ലക്സിറ്റി ഈ സിനിമയ്ക്ക് ഒരു വലിയ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആകമൊത്തത്തിൽ 2025 സ്റ്റാർട്ടിങ് നമുക്കൊരു നിരാശ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് വരുന്ന സിനിമയായിട്ട് തന്നെയാണ് ഐഡന്റിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല തരത്തിലുള്ള കുറച്ചും കൂടി ക്രിസ്പായിട്ടും കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും അറ്റ് ദ സെയിം ടൈം എഡിറ്റിംഗ് എല്ലാം കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. സിനിമ എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ ഉറക്കുന്നത്. അപ്പോൾ എല്ലാതരം ആൾക്കാർക്കും ടെക്നിക്കൽ ടേംസ് ഒക്കെ, അതായത് എയർക്രാഫ്റ്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ അതൊക്കെ വന്നിട്ട് കുറേ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മാനസികം എന്താ പറയുക നമ്മുടെ ബ്രെയിനിന്റെ രോഗങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കും. അത് ഒരുപാട് കോംപ്ലക്സ് ആയി പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളിലേക്ക് വരുന്നു. ആ ക്യാരക്ടേഴ്സിനൊന്നും പ്രോപ്പർലി പ്രേക്ഷകന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമല്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടറിന്റെ വില്ലനായിട്ടുള്ള പുള്ളിക്കാരൻ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്, ഏകദേശം വേറൊരു വില്ലൻ വരുന്നുണ്ടോ, അതായത് വേറൊരു വില്ലൻ ക്യാരക്ടർ വരുന്നുണ്ട്, വില്ലൻ്റെ ഒരു ബാഡ് ക്യാരക്ടർ വരുന്നുണ്ട്. അതെല്ലാത്തിനും മുമ്പ് ഇതിന് ഏറ്റവും ഫസ്റ്റ് ഒരു വില്ലൻ ക്യാരക്ടർ വരുന്നുണ്ട്. സോ ഇതിനൊക്കെ കൂടി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേക്ഷകനെ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ അപ്പോൾ വരുന്ന ഈ പ്ലോട്ട് ട്വിസ്റ്റുകൾ കാരണം കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കൺഫ്യൂസിംഗ് ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഓൺ ദ ഹോൾ ഐഡന്റിറ്റി ആസ് എ ത്രില്ലർ വൺ ടൈം നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല എബോവ് ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ 2025 വലിയ മോശമല്ലാത്ത സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഡു വാച്ച് ഐഡന്റിറ്റി ഇൻ തിയേറ്റേഴ്സ്.